അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ രണ്ടാമത്തെ പാഠമായ അസ്സലവാത്തുൻ നാഫിലത്തു എന്നുള്ള പാഠമാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പദാനുപദം അർത്ഥങ്ങളും ആശയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള പാഠങ്ങളും ഇതുപോലെ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു സാനി, രണ്ടാമത്തെ പാഠം. അസ്സലവാത്തുൻ നാഫിലത്തു, സുന്നത്ത് നിസ്കാരങ്ങൾ. സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. സ്വലാത്തുൻ നഫ്ലി, സുന്നത്ത് നിസ്കാരം. ഹിയ, അത് അഫ്ളലുൻ നവാഫിലി, സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അപ്പൊ സുന്നത്ത് നിസ്കാരം എന്നുള്ളത് സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. സുന്നത്തിനെ ശറആക്കപ്പെട്ടു, അല്ലെങ്കിൽ സുന്നത്തിന് എന്താണ് നിയമമാക്കപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണ് നിയമമാക്കപ്പെട്ടത്? ലിയുക്മില നഖ്സൽ ഫറാഇലി, ഫർളുകളിലെ കുറവുകളെ പരിഹരിക്കാൻ വേണ്ടി, ഫർളുകളിലുള്ള കുറവുകളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയാണ് സുന്നത്തിന് എന്താക്കിയിട്ടുള്ളത്, ശറആക്കപ്പെട്ടിട്ടുള്ളത്. വഹുവ, അത് സുന്നത്ത് യഖൂമു ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ നിൽക്കുന്നതാണ്. മഖാമ മാ ഫാത മിനൽ ഫറാഇലി, ഫർളുകളിൽ നിന്നും നഷ്ടപ്പെട്ട ഒന്നിന്റെ സ്ഥാനത്ത്. എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്? ബിഉദിരിൻ, കാരണം കൊണ്ട്. ആ കാരണം ഏതുപോലെ? കനിസിയാനിൻ, മറവി പോലെ. കഴിഞ്ഞില്ല. വ മാത ഖബില തദക്കുരിഹി, വ മാത, അവൻ മരിക്കുകയും ചെയ്തു. ഖബില തദക്കുരിഹി, അതിനെ ഓർക്കുന്നതിന് മുമ്പ്. ആ നഷ്ടപ്പെട്ടതിനെ ഓർക്കുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്തു? മരിക്കുകയും ചെയ്തു. എന്നാൽ ആ നഷ്ടപ്പെട്ട ഫർളിന്റെ സ്ഥാനത്ത് ആഖിറത്തിൽ എന്ത് ചെയ്യും? ഈ സുന്നത്ത് എന്താണ്? പകരം നിൽക്കുന്നതാണ്. അടുത്ത നതദക്കറു സ്വലവാത്തിൻ നാഫിലത്തി, ചില സുന്നത്ത് നിസ്കാരങ്ങളെ നമുക്ക് ഓർക്കാം. അല്ലത്തി, എങ്ങനത്തെ സുന്നത്ത് നിസ്കാരങ്ങളാണ്? ദറസ്ന, നമ്മൾ പഠിച്ചു. ഫി സുഫൂഫിൽ മാലിയത്തി, മുൻ ക്ലാസ്സുകളിൽ. അപ്പൊ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ചില സുന്നത്ത് നിസ്കാരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഓർക്കാം. ഏതൊക്കെയാണ് അത്? സ്വലാത്തുൽ വിത്രി, വിത്ർ നിസ്കാരം. അർറവാത്തിബു, റവാത്തിബുകളും. അതുപോലെ തന്നെ സ്വലാത്തുൽ ഈദൈനി, 2 പെരുന്നാൾ നിസ്കാരം. അതുപോലെ തന്നെ സ്വലാത്തു തറാവീഹി, തറാവീഹ് നിസ്കാരം. ഇങ്ങനെയുള്ള ഈ 4 നിസ്കാരങ്ങളെ സംബന്ധിച്ച് മുൻ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഫനതഅല്ലമു, അപ്പൊ നമുക്ക് പഠിക്കാം. ബഅലൻ നവാഫിലിൽ ഉഖറ, വേറെയും ചില സുന്നത്തുകളെ സംബന്ധിച്ച്, വേറെയും ചില സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. ഏതാണ് ആദ്യം പഠിക്കുന്നത്? സ്വലാത്തുൽ ളുഹ, ളുഹാ നിസ്കാരം. റവ ശൈഖാനി, ശൈഖാനി റിപ്പോർട്ട് ചെയ്തു. ശൈഖാനി എന്ന് പറഞ്ഞാൽ ബുഖാരി, മുസ്ലിം. ആരെ സംബന്ധിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്? അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തു. ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഔസ്വാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഔസ്വാനി, എന്നോട് വസിയത്ത് ചെയ്തു. ഖലീലി, എന്റെ കൂട്ടുകാരൻ, അതായത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു. ബിസലാസിൻ, 3 കാര്യങ്ങളെ കൊണ്ട്. ഏതാണ് 3 കാര്യങ്ങൾ? സുയാമി സലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹരിൻ, എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കൽ. വ റകഅത്തയിൽ ളുഹ, 2 റകഅത്ത് ളുഹ നിസ്കരിക്കലും. വ അൻ ഊതിറ ഖബല അൻ അർഖുദ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കലും. അപ്പോ എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കലും, അതുപോലെ തന്നെ 2 റകഅത്ത് ളുഹ നിസ്കരിക്കലും, അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കലും എന്റെ കൂട്ടുകാരനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബുഖാരിയും മുസ്ലിമും എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് വഖ്തുൽ ളുഹ, ളുഹായുടെ സമയം. വ അദദു റകഅതിഹ, അതിന്റെ റകഅത്തുകളുടെ എണ്ണവും.
അപ്പോ ആദ്യം അൽ വഖ്തു സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് സമയം? മിൻ ഇർതിഫാഇ ശംസി, സൂര്യൻ ഉദിച്ചത് മുതൽ, അതായത് സൂര്യൻ ഉദിച്ചത് മുതലാണ്, സൂര്യൻ ഉദിച്ചുയർന്നത് മുതലാണ് ളുഹായുടെ സമയം ആരംഭിക്കുന്നത്. ഏതുവരെ? ഇലാ സവാലിഹ, അത് നീങ്ങുന്നത് വരെ. അത് നീങ്ങുന്നത് വരെ എന്ന് പറഞ്ഞാൽ അത് മധ്യത്തിൽ നിന്ന് നീങ്ങുന്നത് വരെ. അപ്പൊ സൂര്യൻ ഉദിച്ചത് മുതൽ അത് മധ്യത്തിൽ നിന്ന് നീങ്ങുന്നത് വരെയാകുന്നു ളുഹായുടെ സമയം. അൽ അദദുൽ അഖല്ലു, അതിൽ ഏറ്റവും കുറഞ്ഞ റക്അത്തുകൾ റക്അത്താനി, 2 റക്അത്താകുന്നു. അപ്പോ ളുഹയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താകുന്നു. അടുത്തത് അൽ അദദുൽ അക്സറു, അധികരിച്ച എണ്ണം. അതായത് ളുഹയിൽ നിന്നും അധികരിച്ചാലുള്ള റക്അത്തുകളുടെ എണ്ണം 8 റക്അത്തിൻ, 8 റക്അത്താകുന്നു. അപ്പോ ളുഹയിൽ ഏറ്റവും കുറഞ്ഞത് 2 റക്അത്ത്, ളുഹയിൽ അധികരിച്ചത് 8 റക്അത്ത്. അൽ ഖിറാഅത്തുൽ മുസ്തഹബ്ബത്തു, ഓതൽ സുന്നത്തുള്ളത്, അതായത് ഓതേണ്ട സൂറത്തുകൾ എന്നർത്ഥം. ഏതൊക്കെയാണ്? സൂറത്തു ശംസി, സൂറത്തു ളുഹ. വശംസി വൽദുഹാഹ എന്നുള്ള സൂറത്തും അതുപോലെ തന്നെ വൽദുഹാ വല്ലൈലി ഇദാ സജാ എന്നുള്ള സൂറത്ത്. അതിൽ വേറെ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ കാഫിറൂന, കാഫിറൂന സൂറത്തും വൽ ഇഖ്ലാസി, ഇഖ്ലാസ് സൂറത്തും. ഇനി അടുത്തത് തഹിയ്യത്തുൽ മസ്ജിദി, പള്ളിയോടുള്ള അഭിവാദ്യം. അങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് തഹിയ്യത്ത് നിസ്കാരം എന്നുള്ളതാണ്. തഹിയ്യത്ത് നിസ്കാരത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. വഹിയ, അത് ഏത്? തഹിയ്യത്ത് നിസ്കാരം സുന്നത്തുൻ, അത് സുന്നത്താകുന്നു. ആർക്ക്? ലിമൻ, ഒരുത്തനിക്ക്. എങ്ങനത്തെ ഒരുത്തനാണ്? ദഖല, അവൻ പ്രവേശിച്ചിരിക്കുന്നു, അൽ മസ്ജിദ, പള്ളിയിൽ. അപ്പൊ പള്ളിയിൽ പ്രവേശിച്ചവന് തഹിയ്യത്ത് നിസ്കരിക്കൽ എന്താണ്? സുന്നത്താണ്. അപ്പൊ ആർക്കാണ് തഹിയ്യത്ത് സുന്നത്തുള്ളത്? പള്ളിയിൽ പ്രവേശിച്ചവനാണ്. വഖ്തുഹ, അതിന്റെ സമയം, തഹിയ്യത്തിന്റെ സമയം ഇലൽ ജുലൂസി, ഇരിക്കുന്നത് വരെയാകുന്നു. ഇരുന്നു കഴിഞ്ഞാൽ തഹിയ്യത്തിന്റെ സമയം നഷ്ടപ്പെട്ടു. ഇരിക്കുന്നതിന് മുമ്പാണ്, പള്ളിയിൽ പ്രവേശിച്ച് ഇരിക്കുന്നതിന് മുമ്പാണ് തഹിയ്യത്ത് നിസ്കരിക്കേണ്ടത്. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ, ഇദാ ദഖല അഹദുകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പ്രവേശിച്ചാൽ, അൽ മസ്ജിദ, പള്ളിയിൽ പ്രവേശിച്ചാൽ, ഫലാ യജ്ലിസ്, അപ്പൊ ഇരിക്കരുത്, ഹത്താ യുസല്ലിയ റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിക്കുന്നത് വരെ ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിന്ന് ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കുന്നത് വരെ ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉദ്ദേശം തഹിയ്യത്ത് നിസ്കരിക്കാതെ അവിടെ ഇരിക്കരുത്. അടുത്തത് തഹിയ്യത്തു ദാഖിലി ഫിൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവന്റെ തഹിയ്യത്ത്. ഹിയ, അത് അത്തവാഫു ബിൽ കഅബത്തി, കഅബയെ തവാഫ് ചെയ്യലാകുന്നു. അപ്പൊ മസ്ജിദുൽ ഹറാമിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലല്ല, കഅബയെ തവാഫ് ചെയ്യലാകുന്നു. എന്തേ പറഞ്ഞത്? മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവന്റെ തഹിയ്യത്ത് അത് കഅബയെ തവാഫ് ചെയ്യലാകുന്നു. അടുത്തത് യുക്റഹു തർക്കു തഹിയ്യത്തി ബിലാ ഉദ്രിൻ, യുക്റഹു കറാഹത്താക്കപ്പെടും, തർക്കു തഹിയ്യത്തി, തഹിയ്യത്തിനെ ഒഴിവാക്കൽ, ബിലാ ഉദ്രിൻ, കാരണം കൂടാതെ. അപ്പൊ കാരണം കൂടാതെ തഹിയ്യത്തിനെ ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണ്. അടുത്തത് ഇദാ ഖറബ വഖ്തു സ്വലാത്തിൽ മഫ്റൂളത്തി, ഫർളാക്കപ്പെട്ട നിസ്കാരത്തിന്റെ സമയം അടുത്താൽ, ജമാഅത്തൻ, ജമാഅത്തായിട്ടുള്ള, അപ്പൊ ജമാഅത്തായിട്ടുള്ള ഫർള് നിസ്കാരത്തിന്റെ സമയം അടുത്താൽ, യന്തളിറുഹ, അതിനെ പ്രതീക്ഷിക്കണം, ആ ജമാഅത്തിന് എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ഖായിമൻ, നിൽക്കുന്നവനായ സ്ഥിതിയിൽ. അപ്പൊ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ച സമയത്ത് ജമാഅത്ത്, ഫർള് നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയമായിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ നൃത്തത്തിൽ തന്നെ, ആ നിൽക്കുന്നവനായിക്കൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണം? ആ ജമാഅത്തിനെ പ്രതീക്ഷിക്കണം. അടുത്തത് തുക്റഹു സ്വലാത്തു തഹിയ്യത്തി, തഹിയ്യത്ത് നിസ്കാരം കറാഹത്താക്കപ്പെടും. ലി ഖതീബിൻ, ഖതീബിനിക്ക്. എങ്ങനത്തെ ഖതീബാണ്? ദഖല, ഖതീബ് പ്രവേശിച്ചിരിക്കുന്നു, വഖ്തൽ ഖുത്ബത്തി, ഖുത്ബന്റെ സമയത്ത്. അപ്പോ ഖുത്ബന്റെ സമയത്ത് പള്ളിയിൽ പ്രവേശിച്ച ഖതീബിനിക്ക് തഹിയ്യത്ത് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താക്കപ്പെടും. കഴിഞ്ഞില്ല. വലി ദാഖിലിൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവനിക്കും തഹിയ്യത്ത് നിസ്കാരം കറാഹത്താക്കപ്പെടും.
എങ്ങനത്തെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവനാണ് ഖാസിദൻ, അവൻ ഉദ്ദേശിച്ചവനായ സ്ഥിതിയിൽ. എന്തിനാണ് ഉദ്ദേശിച്ചത്? ത്വവാഫിനെ. അപ്പൊ ത്വവാഫിനെ ഉദ്ദേശിച്ച സ്ഥിതിയിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവന് തഹിയ്യത്ത് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താക്കപ്പെടും. അടുത്തത് മല്ലം യസ്തതി സ്വലാത്ത തഹിയ്യത്തി. തഹിയ്യത്ത് നിസ്കാരം ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, തഹിയ്യത്ത് നിസ്കരിക്കാൻ ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ യുസന്നു സുന്നത്താക്കപ്പെടും. അയ്യഖൂല പറയൽ സുന്നത്താക്കപ്പെടും. എന്താണ് പറയൽ സുന്നത്തുള്ളത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര പ്രാവശ്യം പറയണം? 4 മർറാത്തിൻ, 4 പ്രാവശ്യം. അപ്പൊ തഹിയ്യത്ത് നിസ്കാരം ഒരാൾക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ, അതിന് സാധിച്ചില്ലെങ്കിൽ ആളെന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം പറയൽ സുന്നത്താക്കപ്പെടും. അടുത്തത് തദ്രീബാത്താണ്. തദ്രീബാത്തിൽ ഒന്നാമത്തത് അജിബ്, ഉത്തരം നൽകാനാണ്. എന്താണ് ചോദ്യം? ലിമ ശുരിഅ അൻ-നഫ്ലു, സുന്നത്ത് എന്തിനാണ് ശറഅാക്കപ്പെട്ടത്? അതിലുള്ള ഉത്തരം എന്താണ്? ശുരിഅ അൻ-നഫ്ലു ലിയുക്മില നഖ്സൽ ഫറാഇലി, ഫർളുകളിലുള്ള കുറവുകളെ പരിഹരിക്കാൻ വേണ്ടി. അടുത്ത ചോദ്യം മാ അഖല്ലു സ്വലാത്തിൽ ദുഹാ വമാ അക്സറുഹാ, ദുഹാ നിസ്കാരത്തിൽ ഏറ്റവും കുറഞ്ഞതും അധികരിച്ചതുമായ റക്അത്തുകൾ എത്ര എന്നുള്ളതാ ചോദ്യം. അപ്പോ അൽ അഖല്ലു റക്അത്താനി വൽ അക്സറു 8 റക്അത്തിൻ. അടുത്തത് മാദാ യഖൂലു മല്ലം യസ്തതി സ്വലാത്ത തഹിയ്യത്തി, തഹിയ്യത്ത് നിസ്കരിക്കാൻ സാധിക്കാത്തവൻ എന്താണ് പറയേണ്ടത്? നമ്മൾ പഠിച്ചല്ലോ. യുസന്നു അയ്യഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് 4 മർറാത്തിൻ. അതാണ് അതിന്റെ ഉത്തരം. അടുത്തത് കമ്മിൽ എന്നുള്ളതാണ്, പൂരിപ്പിക്കാനാണ്. വഖ്തു സ്വലാത്തിൽ ദുഹാ മിൻ ഡാഷ് ഇലാ ഡാഷ്. അത് ദുഹാ നിസ്കാരത്തിന്റെ സമയമാണ് ആ ചോദിച്ചിട്ടുള്ളത്. മിൻ ഇർതിഫാഇ ശംസി ഇലാ സവാലിഹാ. അടുത്ത ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ, ആ ഫല എന്നുള്ളോടത്ത് യജ്ലിസ് എന്ന് ചേർത്ത് കൊടുക്കണം. ഏതുവരെ? ഹത്താ ഡാഷ് റക്അത്തൈനി, ഹത്താ യുസല്ലിയ റക്അത്തൈനി. ഇനി പിന്നെ ഇതില് തദ്രീബാത്തിൽ ഇല്ലാത്ത ചോദ്യങ്ങളുണ്ട്. ദുഹാ നിസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ ഏതൊക്കെയാണ്? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പിന്നെ അന്നശാതു തത്ബീഖിയു, അതായത് പഠിച്ച കാര്യങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരിക. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പാഠഭാഗത്ത് നോക്കിയിട്ടൊന്നും കണ്ടെത്തുക. അതായത് അസ്വലാത്തു, നിസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ലുഹാ തഹിയ്യത്ത്. ഇനി ഇപ്പുറത്ത് എന്താണ്? അൽ വഖ്തു എന്നാണ്. അപ്പൊ ലുഹന്റെ വക്ത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, പഠിക്കണം. അതുപോലെ തന്നെ തഹിയ്യത്തിന്റെ വക്തും അതിന്റെ സമയം നമ്മൾ പഠിക്കണം. പിന്നെ അതതുർ റക്അത്തി, റക്അത്തുകളുടെ എണ്ണം, ളുഹന്റെ കുറഞ്ഞതും അധികരിച്ചതുമായ എണ്ണം. തഹിയ്യത്ത് പിന്നെന്താണ്? 2 റക്അത്താണല്ലോ. അപ്പൊ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പല ആവർത്തി ഇത് കേട്ട് ശരിക്ക് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.